ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായി സ്പോട്ട് ലൈവിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബിജെപിയെ പ്രതിരോധത്തിലാഴ്ത്തി ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് വീണ്ടും വന്നിരിക്കുന്നു. ബിജെപി നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പ 2008-09 കാലഘട്ടത്തിൽ ബിജെപി നേതാക്കൾക്കും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 1800 കോടിയിലേറെ രൂപ നൽകിയതായുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു മാസികയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ എന്തായിരിക്കും ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ മറനീക്കി പുറത്തുവരിക എന്നുള്ളതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ഇത്രയധികം രൂപ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾക്ക് യെദ്യൂരപ്പ കൈക്കൂലി നൽകിയതെന്നാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത്. 2017 മുതൽ ആദായനികുതി വകുപ്പിന്റെ പക്കൽ ഈ രേഖകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ആദായനികുതി വകുപ്പ് എടുക്കാത്തതെന്തെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത്രയധികം പണം യെദ്യൂരപ്പയുടെ പക്കൽ എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. ഇതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു ആയുധമായി എടുത്തുയർത്തിയിരിക്കുന്നത്. മെയ് 2008 മുതൽ ജൂലൈ 2011 വരെ യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കർണാടക നിയമസഭയുടെ ഔദ്യോഗിക ഡയറിയിലാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം യെദ്യൂരപ്പ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്വന്തം കൈപ്പടയിലാണ് കണക്കുകൾ എഴുതി വച്ചിട്ടുള്ളത്. എല്ലാ കണക്കുകളുടെയും താഴെ യെദ്യൂരപ്പ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. പിൻകാലത്ത് ആദായനികുതി വകുപ്പ് യെദ്യൂരപ്പയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഈ ഡയറികൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ ഇതിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2017 മുതൽ ഈ രേഖകൾ ആദായനികുതി വകുപ്പിന്റെ കൈവശമുണ്ടെന്ന് കരവൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രേഖകൾ പ്രകാരം 1000 കോടി രൂപ BJP കേന്ദ്ര കമ്മിറ്റിക്ക് യെദ്യൂരപ്പ നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ആ വാർത്തയിലൂടെയൊക്കെ പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലിക്കും നിതിൻ ഗഡ്കരിക്കും 150 കോടി വീതം യെദ്യൂരപ്പ നൽകി. രാജ്നാഥ് സിംഗിന് 100 കോടി നൽകിയപ്പോൾ മുതിർന്ന BJP നേതാക്കളായ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി വീതമാണ് നൽകിയതെന്നും യെദ്യൂരപ്പയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ നിതിൻ ഗഡ്കരിയുടെ മകന്റെ കല്യാണത്തിന് മാത്രം 10 കോടി വേറെ നൽകിയിട്ടുണ്ടെന്ന് ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാന ആയുധമായി BJPക്ക് നേരെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. യെദ്യൂരപ്പയെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ ആയുധം ഉപയോഗിച്ച് തന്നെയാണ്. കർണാടക മുഖ്യമന്ത്രിയായി തന്നെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് യെദ്യൂരപ്പ ഇത്രയും പണം ഒഴുകിയതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ രാജീവ് ശുക്ല ആരോപിക്കുന്നത്. ഇതിന് തെളിവായി ഡയറിയിൽ യെദ്യൂരപ്പ ഇത് എഴുതി വച്ചതും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. ഇതൊക്കെയാണ് രാജ്യം ഈ മണിക്കൂറിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിനെ യെദ്യൂരപ്പ എങ്ങനെ നേരിടും, കോൺഗ്രസ് ഇതിനെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ആയുധമാക്കും, BJP എങ്ങനെ പ്രതിരോധിക്കും?